എന്റെ വീട്ടിലേക്ക് വരുമ്പോ പറയണം ഒരു പെണ്ണിനോട്, എനിക്ക് എന്റെ ഉമ്മയാണ് വലുത്, എന്റെ ഉമ്മ കഴിഞ്ഞിട്ടേ നീ ഉള്ളൂ എന്നാ പറയേണ്ടത്. അതല്ലാതെ നീ കഴിഞ്ഞിട്ടേ എന്റെ ഉമ്മയുള്ളൂ എന്ന് നിങ്ങളുടെ സ്നേഹപ്രകടനങ്ങളുടെ ഭാഗ്യമായി ആദ്യത്തെ രാത്രിയിലും ആദ്യത്തെ ദിവസങ്ങളിലും നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയെ റെസ്പെക്ട് ചെയ്യാൻ കഴിയില്ല. ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ ഉമ്മയാണ് വലുത്, ഭാര്യയല്ല. അയാൾക്ക് അയാളുടെ ഉപ്പയാണ് വലുത്, ഭാര്യയല്ല. അപ്പൊ എന്താണ് വീട്ടിലേക്ക് വരുന്നൊരു ഭാര്യയോട് ആദ്യമായൊരു ഭർത്താവ് പറയേണ്ടത്? എന്താ? എനിക്ക് എന്റെ ഉമ്മയും ഉപ്പയുമാണ് വലുത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായി നീ നിന്റെ വീട്ടിൽ നിന്നിങ്ങോട്ട് കടന്നു വരുമ്പോ എന്റെ വീട്ടിലുള്ള സാഹചര്യവുമായി പൊരുത്തപ്പെടാതെ വന്നാൽ ഒരു കാരണവശാലും എന്റെ ഉമ്മയുടെയോ എന്റെ ഉപ്പയുടെയോ കുറവുകൾ എന്നോട് പറയരുത്. ഇത് ആദ്യത്തെ രാത്രി തന്നെ ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞ പിന്നെ അവർ കുറവായിട്ട് വരൂല. നേരെ മറിച്ച് നിങ്ങൾ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞു, ഞാൻ പരിഹരിക്കാന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാൻ ഒരിക്കലും കഴിയില്ല. ജോലി കഴിഞ്ഞ് ബിസിനസിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നിറങ്ങുമ്പോൾ നിങ്ങൾ മാടി വിളിച്ച് തട്ടി വിളിച്ചിട്ട് വീട്ടിൽ ഉമ്മയുടെയും ഉപ്പയുടെയും കുറവുകൾ പറഞ്ഞ് നിങ്ങളും ഉപ്പയും ഉമ്മയും തമ്മിലുള്ള അകൽച്ചകൾ വ്യാപിച്ചുകൊണ്ടിരിക്കും, വർദ്ധിച്ചുകൊണ്ടിരിക്കും. തിരിച്ചങ്ങനെ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും തിരിച്ചങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ആദ്യത്തെ ദിവസങ്ങളിൽ തീരുമാനിക്കണം, ഒരു പെണ്ണ് നിങ്ങളോട് എങ്ങനെ പെരുമാറണം, ഒരു പുരുഷൻ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന്. മാതാപിതാക്കളോട് പറയാണ്, ഒരു കാരണവശാലും നിങ്ങളവിടെ നിങ്ങളുടെ മരുമകൻ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് നിസ്കരിക്കാൻ വിളിക്കാതിരിക്കരുത്. നിർബന്ധമായും സുബഹി നിസ്കാരം, ആദ്യത്തെ സുബഹി നിസ്കാരം നിസ്കരിച്ചാലേ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുള്ളൂ. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. തുടക്കം മോശമായാൽ എല്ലാം മോശമാകും. തുടക്കം മോശമായാൽ എല്ലാം മോശമാകും. പിന്നെ ബർക്കത്ത് ഉണ്ടാവൂല. പിന്നെ ബർക്കത്ത് അല്ലാഹു എടുത്തു കളയും.